തത്ത തെയ്യം താഹ തെയ്യം തത്ത തൈ തൈ തിതി തൈ. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं. बहुत मजा आया. और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास. That I loved him so, he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫസ്റ്റ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ? നിനക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലക്ക്. എനിക്ക് പോയിട്ട് വരെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു അരമണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग चाहिए सब? और कुछ चाहिए? नहीं नहीं नहीं, बिल लाओ. Excuse me, एक मिनट. നിനക്ക് ബോറടിക്കില്ലല്ലോ? രാജേന്ദ്ര വെറുതെ മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കരുത്. മാറ്റർ എന്താന്ന് വെച്ചാൽ പറ. ഇനി മാറ്റർ പറയാറായി. ഒരു മിനിറ്റ്. दे दो. नहीं, आज मेरा ट्रीट है. बाप रे, मेरा पर्स किधर गया? वो പറഞ്ഞ പോലെ അവന്റെ കൊടുത്തല്ലോ. क्या? मैं पर्स उसको दिया था. एक मिनट. നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അളിയാ ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു. നീ എന്ത് അതിന് ചെയ്യും? അവിടുന്ന് വരാൻ ഇറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ ഞാൻ കണ്ടല്ലോ. ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ചവിട്ടു ഞാൻ. ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാറി നായേ. അതെല്ലാം ഞാനാണ് സമ്മതിച്ചു. താങ്ക്സ്. हाँ, ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप. യുവർ ടിപ്പ്. ഒന്നും നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഹാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നൊക്കെയാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിന് അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇവിടെ ഞാൻ എന്ത് പഠിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശ് നോക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവൻ എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് തരും. ചുപ്രയോ, ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിലിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചത്. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞു കൂടുക. പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കടാ. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ ഇങ്ങടുത്ത്. സുധാര, പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ, ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്. ഹലോ, ഇന്ന് ഞായറാഴ്ച ഓഫീസിലല്ലോ. പിന്നെ അങ്ങോട്ട് രാമേട്ടന്റെ വീട്ടിലേക്കാ. ഞാനും അങ്ങോട്ടേക്കാ.
ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും ഒന്ന് നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്ന് ഒന്ന് നോക്കാൻ. അച്ഛനിപ്പോ വരാം, ഒന്ന് തിരിക്കില്ലേ? വാ. ദേ കണ്ടോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ആ വരവ് കണ്ടോ? അതെന്താ, അവർക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ? അതല്ലെന്നേ, നല്ല ചേർച്ച. അത്രക്ക് ചേർച്ചയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നുള്ള പൊട്ടി മുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും. അയ്യോ, ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ട കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടി അതിലിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോൾ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ച് വന്നു. സിന്ധുവിന് അല്ല തനിക്ക് ഡാൻസ് പഠിക്കേണ്ട കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു വന്നേ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? തനിക്ക് ആ കുട്ടിയെ അത്രക്ക് ഇഷ്ടായോ? കല്യാണം കഴിക്കുന്ന അത്രക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകാന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും, അതി കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി എവിടെ? ക്ലീൻ ഗ്രീൻ സിഗ്നൽ. കാര്യം പറ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവുണ്ട്, എനിക്ക് നോവുണ്ട്. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. കഥയിലെ അമ്മണിക്കുട്ടി നന്ദിനെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിന് എന്തെങ്കിലും ഇട്ടിട്ട് പദം വരുത്തുന്ന എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ? ഇന്നത്തെ ചില എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്താ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധം കുട്ടി നായരും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്. പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ. इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझा?
ആ എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടം ചെയ്യില്ല. അല്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല ഞാൻ അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? താ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ ഉണ്ടല്ലോ ഉണ്ടാവില്ല. അതിങ്ങടുത്ത് ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. ആ പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ണണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം പറ്റുണ്ടോ? അത് വേണ്ട. അടിയന്തരം അല്ല, ഇത് ഇങ്ങനെ. അത് ശരി, നിക്കാതെ. ദേ ഇങ്ങോട്ട് വെച്ചേക്കാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. കുറച്ച് നാളികേരം കൂടി ചാക്കി പൊതിഞ്ഞിട്ട് എടുക്കായിരുന്നു. ഈ ഉള്ളത് തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ച മനുഷ്യരോട് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് നാളികേരം കൂടി കെട്ടിയെടുക്കാൻ പോകണം. അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. വീടും കുടിയായിട്ട് പാർപ്പ് തുടങ്ങി കഴിയുമ്പോഴേ അറിയാം അതിന്റെ ദുരിതം. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിന്റെ ദുരിതം ഒന്നും കൂടെ കൂടാൻ പോണേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. നിങ്ങളെ വെറുതെ ഒന്ന് കാണാൻ. ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലേ? കമ്പാർട്ട്മെന്റിനുള്ളിൽ സഹകരിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. എന്തേ ഉറക്കം വരുന്നുണ്ടോ? പുറത്ത് നല്ല നിലാവ്, നല്ല തണുത്ത കാറ്റ്. ജനലടയ്ക്കണോ? അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? നമ്മൾ അവിടെ ചെന്ന് താമസം തുടങ്ങിയ മിൽക്ക് ബൂത്തിൽ പാൽ ഏൽപ്പിക്കണ്ടേ? വേറൊന്നും നീ മറന്നിട്ടില്ല അല്ലേ? ജാനകി, ദേ വധൂവരന്മാര് വരുന്നുണ്ട്. എവിടെ? അവരിന്ന് വരണമല്ലോ എന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അയ്യേ, വരൂ വരൂ. കല്യാണമൊക്കെ കേമായിരുന്നു കുട്ടിയെ. തന്റെ ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? വീട് അവിടെ ശരിയായിരിക്കുന്ന രാമേട്ടാ. കരിയും പോയി താക്കോല് വന്നോ? ഈ പറഞ്ഞു വെച്ചിരുന്ന വീട് കിട്ടിയില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിഞ്ഞില്ല അത്രേ. അയാൾക്ക് റിട്ടയർമെന്റിന്റെ കാലാവധി 2 കൊല്ലം കൂടെ നീട്ടി കിട്ടിയെന്ന്. പിന്നെ വീട് ഒഴിഞ്ഞ പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ 1-2 ആഴ്ചക്കകം ശരിയാക്കാനും പറഞ്ഞ കരീംബായി പോയിരിക്കണത്. വീട്ടിലേക്ക് മാറാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പെട്ടിയ സാധനങ്ങളൊക്കെ ടാക്സി തന്നെ വെച്ചിരിക്കുക. അതൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ വിഷ്ണു. വീട് കിട്ടുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അത് സൗകര്യം ഇത്തിരി കുറവാന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാടോ. വേണ്ട രാമേട്ടാ, കുറച്ചു ദിവസം പ്രശ്നമല്ലേ ഉള്ളൂ. അരുന്ധതി ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. ഞാൻ ലോഡ്ജിൽ തന്നെ കൂടിയാൽ മതിയല്ലോ. എന്നാലും കല്യാണം കഴിഞ്ഞ് പുതുമോടിയോടെ വന്നിട്ട് അത് സാരില്ല ചേച്ചി. ഹായ്. ഹായ്. വരൂ വരൂ. ഇത് പരിചയപ്പെടുത്തൽ വേണ്ട മിസ് അരുന്ധതി. ഓ സോറി മിസ്സസ് അരുന്ധതി. നല്ല കാര്യങ്ങൾ കാണുന്നത് തന്നെ ആനന്ദകരമാണ്. അകത്തേക്ക് വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയൂ കുട്ടികളെ. വിഷ് യു എ വെരി ഹാപ്പി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഈ വീട്ടിലേക്ക് താമസം മാറി വന്ന ദിവസം. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഹോസ്റ്റലാക്കിയത്. സ്നേഹിക്കുന്ന 2 ആത്മാക്കൾ സ്വർഗതുല്യമായ ഒരു ഷെൽട്ടറിൽ ഒത്തുചേരുമ്പോൾ എന്താ സംഭവിക്കുക? മാഡം, നക്ഷത്രങ്ങൾ വിളക്കുകൾ കൊളുത്തി കാവലിരിക്കും. മാലാകമാർ പുഷ്പങ്ങൾ കൊണ്ട് അവരെ മൂടും. എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് വീട് കിട്ടിയിരിക്കുന്നത്? അരുന്ധതിയുടെ കിടക്കയും മറ്റു സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഡം, തൽക്കാലം അരുന്ധതി എന്റെ കൂടെ വരുന്നില്ല. അതെന്താ? വീട് ഇതുവരെ ശരിയായിട്ടില്ല. 1-2 ആഴ്ചയാവും. അതുവരെ അരുന്ധതി ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഞാൻ ഇറങ്ങട്ടെ അരുന്ധതി, ഓഫീസിൽ പോണ്ടതാ.
നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണോ വേണ്ട ഞാൻ ലോഡ്ജിൽ വെച്ചേക്കാം. പോട്ടെ, ഞാൻ ഓഫീസിലേക്ക് വിളിക്കാം. നിനക്കിവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഹോസ്റ്റലിൽ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല മിസ്റ്റർ വിഷ്ണു. പൊയ്ക്കോളൂ, സമാധാനാച്ച പൊയ്ക്കോളൂ. അരുന്ധതി ഇവിടെ തന്നെ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു.